വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സായി പ്രവർത്തിച്ച വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, കടമക്കുടിയിൽ നിന്നുള്ള VA ജേക്കബിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വഴക്ക് മൂലം മാറി താമസിക്കുന്ന മകൻ വീട്ടിലേക്ക് തിരികെ വരാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ചെന്നൈയിൽ നിന്നുള്ള മെർട്ടിൽ ഗ്രേസ് അരുൾദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൾ ഡൊറീൻ ജുവാനയ്ക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് MBBS ഫസ്റ്റ് ഇയറിൽ നല്ല ഒരു റിസൾട്ട് കിട്ടാൻ ആ മകളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആനക്കട്ടിയിൽ നിന്നുള്ള JL അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് +2 നല്ല ഒരു റിസൾട്ട് കൊടുക്കണമേ. കല്യാണിൽ നിന്നുള്ള അനുരാജിനും രാജേശ്വരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ചേർന്ന് അമ്മ രാജേശ്വരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആസ്മ രോഗത്തിൽ നിന്നും പരിപൂർണമായ സൗഖ്യം കർത്താവെ ആ മാതാവിന് അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേന്നമംഗലത്തുള്ള ശശികലയ്ക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകൻ പ്രജിത്തിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 14 കർത്താവെ, ഞങ്ങൾ ചേർന്ന് ആ മോനെ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കർത്താവ് കൊടുക്കണമേ. മാത്രമല്ല തൻ്റെ വിവാഹം നടക്കാൻ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെങ്ങന്നൂർ സെപ്റ്റംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഗിരിദീപം ഓഡിറ്റോറിയം, MC റോഡ്, ചെങ്ങന്നൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാട്ടാക്കട സെപ്റ്റംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയം, കാട്ടാക്കട. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. I was remembering how Jesus was ministering on earth in the beach area beside the Sea of Galilee. യേശു കർത്താവ് ഗലീല കടലിൻ്റെ സമീപത്തുള്ള ആ ബീച്ച് തീരപ്രദേശങ്ങളിൽ ശുശ്രൂഷിച്ച കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. Most of his disciples were from that beach area. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പലരും തന്നെ ആ സമുദ്ര തീരത്ത് ജീവിച്ചിരുന്നവരാണ്. And most of his ministry was focused around the cities and towns and villages in the suburbs of the Sea of Galilee.
ഗലീല കടലിൻ്റെ അതിൻ്റെ ഗ്രാമങ്ങളിലുമൊക്കെയായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷ പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്. And not only that, most of the miracles, healing miracles and other miracles and signs and wonders took place around the seashore. അത് മാത്രമല്ല, യേശുവിൻ്റെ ശുശ്രൂഷയിലൂടെ നടന്ന വലിയ അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ, രോഗസൗഖ്യങ്ങൾ അത് കൂടുതലും നടന്നത് ഈ തീരപ്രദേശത്തുള്ള ആളുകളുടെ ഇടയിലാണ്. Jesus very well know the problems of the people who are living in the seashore. യേശുവിന് ആ സമുദ്ര തീരത്തിൻ്റെ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാകുന്നവനാണ്. And not only that, there was prophetic utterances about Jesus' ministry which will be focused and concentrated around beach area, and they would be seeing a great light, the people who were in pitch darkness. അവിടെ അത് മാത്രമല്ല, യേശുവിൻ്റെ ശുശ്രൂഷയെപ്പറ്റി മുന്നമേ പ്രവാചകന്മാരാൽ ആ വെളിപ്പാടുകൾ പറഞ്ഞു. ഇതുപോലെയുള്ള തീരപ്രദേശങ്ങളിൽ യേശു കർത്താവ് വരികയും തൻ്റെ ശുശ്രൂഷ നടക്കുകയും ഇരുട്ടിലിരുന്ന ജനം വലിയ ഒരു പ്രകാശം കാണും എന്നുള്ള ദൈവത്തിൻ്റെ പ്രവചനവും നേരത്തെ ഉണ്ടായിരുന്നു. One time when Jesus was ministering, thousands of people came from those areas. യേശു കർത്താവ് ഒരിക്കൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പ്രദേശത്ത് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുവാനിടയായി തീർന്നു. And there was a hill area where there was a lot of grass. അവിടെ ഒരു കുന്നിൻ പ്രദേശമായിരുന്നു, അവിടെ ഒത്തിരി പുല്ലുകൾ ഉണ്ടായിരുന്നു. I have gone there directly and I have seen the place. It is something like this, a gallery, like an amphitheater. There was a slope and Jesus was standing here and all the people, all the crowd were sitting like this. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇതുപോലെ ഒരു ആംഫി തിയേറ്ററിൻ്റെ രീതിയിലുള്ള ഒരു രീതിയിലാണ് ആ കുന്ന് ഇരിക്കുന്നത്. അവിടെ യേശു കർത്താവ് ഇതുപോലെ നിൽക്കുന്നത് പോലെ നിന്ന് പ്രസംഗിക്കും. ആളുകൾ ഇതേപോലെ കുന്നിൻ്റെ ചെരുവുകളിൽ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ സന്ദേശം കേൾക്കുമായിരുന്നു. The number of men alone was 5,000. അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ പുരുഷന്മാർ മാത്രം 5000 പേരായിരുന്നു. Plus their wives and their children and relatives. അത് മാത്രമല്ല, ആ പുരുഷന്മാരുടെ ഭാര്യമാർ, മക്കൾ, അവരുടെ ബന്ധുക്കൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. And Jesus looked at the crowd, and when he saw the crowd, he was so compassionate. യേശു കർത്താവ് ജനത്തെ കണ്ടപ്പോൾ, ആ ജനസമൂഹം ഇരിക്കുന്നത് കണ്ടപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ വലിയൊരു മനസ്സലിവ് വരികയാണ്. Always remember one thing: when we hear a testimony of a healing or a miracle or a blessing, always remember every healing, every blessing, every healing comes out of the compassion of Jesus. നമ്മൾ യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ, രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. യേശു ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളുടെയും പിറകിൽ യേശുവിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ആ മനസ്സലിവ് നിമിത്തമാണ് ഓരോ അത്ഭുതങ്ങളും നടക്കുന്നത്. Matthew chapter 14 verse number 14 says Jesus had compassion on them and healed their sick people. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നു, യേശു അവരോട് മനസ്സലിഞ്ഞ് അവരുടെ രോഗങ്ങൾ സൗഖ്യമാക്കി. Hallelujah. ഹല്ലേലൂയ. And the Bible says his compassions, God's compassions never fail. അത് മാത്രമല്ല, ബൈബിൾ വീണ്ടും പറയുകയാണ്, യേശുവിൻ്റെ കരുണ, മനസ്സലിവ് അത് ഒരിക്കലും തീർന്നു പോകുന്നില്ല. Hallelujah. ഹല്ലേലൂയ. Jesus has love and compassion for us. യേശുവിന് നമ്മളോട് ഓരോരുത്തരോടും തൻ്റെ സ്നേഹവും മനസ്സലിവുമുണ്ട്. The Bible says when we cry, Jesus also cries. ബൈബിൾ വ്യക്തമായി പറയുന്നു, നമ്മൾ കരയുമ്പോൾ യേശു നമ്മളോടൊപ്പം കരയുകയാണ്. And according to the Bible, when Jesus sees a person in sorrow or grief, he also will join in that situation. ഈ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, യേശു കർത്താവ് ഒരു വ്യക്തി കരയുന്നത്, ദുഃഖിക്കുന്നത് കാണുമ്പോൾ ആ യേശു കർത്താവ് ചെയ്യുന്ന താനും അവരുടെ ദുഃഖത്തോടൊപ്പം, അവരുടെ കരച്ചിലിനോടൊപ്പം പങ്കുചേരുകയാണ്. There are representations of broken families sitting here. ഇവിടെ തകർന്ന കുടുംബങ്ങളുടെ പ്രതിനിധികൾ, തകർന്ന കുടുംബങ്ങളിൽ നിന്ന് വന്ന വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. Now listen to me. In this blessing festival, I am here to declare that Jesus is the solution for
all human problems. ഇന്ന് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്ന് ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം യേശു ക്രിസ്തുവാണ്. Give him a better clap offering. കൈകൾ അടിച്ചുകൊണ്ട് യേശുവിന് നന്ദി പറഞ്ഞാലും. If you take a 200 pages notebook and write down your problems, sometimes that book may not be enough for you. You take a 400 pages notebook and write down everything. If you have thousands and thousands of problems, and finally in the first page you can write, Jesus is the solution for all the problems written in this book. ഒരു 200 പേജുള്ള ബുക്ക് എടുത്ത് അതിനകത്ത് നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എഴുതി കഴിഞ്ഞാലും അത് തീരുകയില്ല. അതിനുശേഷം ഒരു 100 പേജുള്ള ബുക്ക് എടുത്തു, അതിനകത്ത് എഴുതിയാലും തീരുകയില്ല. എന്നാൽ നിങ്ങളുടെ ആ പ്രശ്നങ്ങളെല്ലാം എഴുതി തീർത്തതിന് ശേഷം പേജിൻ്റെ ഏറ്റവും ആദ്യം നിനക്ക് എഴുതാം, ഈ സകല പ്രശ്നങ്ങളുടെയും ഉത്തരം യേശുവാണ്. Hallelujah. ഹല്ലേലൂയ. That's why Jesus came into this world just like us in the human form. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മളെ ഓരോരുത്തരെയും പോലെ മനുഷ്യരൂപത്തിലാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. Jesus came in the human flesh. യേശു കർത്താവ് മനുഷ്യന്മാരുടെ ജഡരൂപത്തിലാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. And when Jesus came into this world, he was not coming for a picnic. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒരു പിക്നിക്കിന് വേണ്ടിയല്ല അദ്ദേഹം Just to വന്നത്. see people, what people are doing. No. He had an intention. He had a purpose behind coming into this world. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് എന്തെങ്കിലും കാഴ്ച കാണുന്നതിന്, ആളുകളെ കാണുന്നതിന് വേണ്ടിയല്ല വന്നത്. യേശു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് യേശു ഈ ലോകത്തിലേക്ക് Jesus വന്നത്. clearly said, I have come into this world to seek and save the lost people. യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ ജനത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. Who are the lost people? ആരാണ് നഷ്ടപ്പെട്ടു പോയ ജനം? Any man or woman, any kid or young man or young woman who has no connection, heart connection with the Creator is a lost personality. ആരാണ് നഷ്ടപ്പെട്ട വ്യക്തി? ഒരു വ്യക്തിക്ക്, ഒരു സ്ത്രീയോ പുരുഷനോ, ഒരു കുഞ്ഞോ വലിയ വ്യക്തിയോ, ആ വ്യക്തിക്ക് നിങ്ങളുടെ സൃഷ്ടാവുമായി നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു ബന്ധമില്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണ്. But Jesus came with the sole purpose of seeking every individual who is lost and to give his life for that person, so that he could redeem that person to the relationship with the Heavenly Father, the Creator. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് വളരെ വ്യക്തമായ ഒരു പദ്ധതിയോട് കൂടിയാണ്. ഏതൊക്കെ വ്യക്തി ദൈവവുമായി ബന്ധമില്ലാതെ, തൻ്റെ സൃഷ്ടാവുമായി ബന്ധമില്ലാതെ, ആ ബന്ധം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന വ്യക്തിയെ തൻ്റെ ജീവൻ കൊടുത്ത് അവരെ ആ ദൈവവുമായി, തൻ്റെ സൃഷ്ടാവുമായി ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. Hallelujah. എല്ലാവരും കൈകൾ ഉയർത്തി ആ യേശുവിനൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ മോളുടെ പേര് നീതു ജോസ് എന്നാണ്. 2 അത്ഭുതങ്ങളാണ് ഒരേ സമയത്ത് തന്നെ ഈ മോളുടെ ജീവിതത്തിൽ യേശു ചെയ്തു കൊടുത്തത്. ഓക്കെ, ഒന്നാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞത് തനിക്ക് വിദ്യാഭ്യാസത്തിൽ ഒരു വിജയം നൽകിയതാണ്. തനിക്കൊരു പ്രൈവറ്റ് കോളേജിലാണ് +1ഉം +2ഉം പഠിക്കാനുള്ള അവസരം കിട്ടിയത്. +1ന്റെ കാലഘട്ടത്തിൽ താൻ അവസാനത്തിൽ എക്സാം എഴുതി. പക്ഷേ സ്കൂൾ ഞാൻ പിന്നെ 10th കഴിഞ്ഞപ്പം മാർക്ക് കുറവായതുകൊണ്ട് പ്രൈവറ്റ് കോളേജ് പഠിക്കേണ്ടി വന്നു. ഓക്കെ, പിന്നെ പാരലൽ കോളേജ് പൈസ കൊടുത്തിട്ട് നമ്മൾ തന്നെ പൈസ ഫീ കൊടുത്ത് പഠിക്കേണ്ടി വന്നു. ഒരു ഓപ്പൺ ഇതുപോലെ. അങ്ങനെ +1ന്റെ എക്സാം കഴിഞ്ഞപ്പോൾ അതിലും തനിക്ക് ഇംഗ്ലീഷിനും അക്കൗണ്ടൻസിക്കും മാർക്ക് കുറവായിരുന്നു. ഓക്കെ, പക്ഷേ അവരത് +2ലേക്ക് തന്നെ കയറ്റി വിട്ടു. പക്ഷേ എക്സാം എഴുതിയപ്പോൾ, ഇതിൻ്റെ ഇടയ്ക്ക് എക്സാം എഴുതിയപ്പോഴും വീണ്ടും തനിക്ക് ഇംഗ്ലീഷിന് വളരെ മാർക്ക് കുറവായി പോയി. പക്ഷേ അക്കൗണ്ടൻസി താൻ പാസ്സായി. ഓക്കെ, ഈ ഇംഗ്ലീഷിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 4 മാർക്കാണ് തനിക്ക് കിട്ടിയത്. ശരിയാണ് മോളെ? എനിക്ക് മാത്രമായിരുന്നു കോളേജ്
കുറച്ച് കുറവ് 4 മാർക്ക് ഉണ്ട്. വെറും 4 മാർക്കേ കിട്ടുള്ളൂ. വെറും 4 മാർക്കേ തനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പാരൻസിനെ എല്ലാം വിളിപ്പിച്ച കൂട്ടത്തിൽ നീതുവിൻ്റെ പാരൻസിനെ സെപ്പറേറ്റ് വിളിപ്പിച്ചിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ അപ്പം പാരൻസ് ഇത് കണ്ടിട്ട് പറഞ്ഞു, ക്ലാസ്സിൽ നിന്നും എൻ്റെ മോളെ ഒഴിവാക്കരുത്, അവൾക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കണം, അവൾ പാസ്സാകും, പഠിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സാറ്, നീതുവിൻ്റെ സാറ് പാരൻസിനെ ഒത്തിരി ഹരാസ് ചെയ്തു അവിടെ വെച്ചിട്ട്. ഇനി ഈ കുട്ടി ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പാസ്സാകണമെന്നുണ്ടെങ്കിൽ വലിയൊരു അത്ഭുതം നടക്കണം. അങ്ങനെ പറഞ്ഞു. ഒരു അത്ഭുതം നടന്ന മിറാക്കിൾ സംഭവിക്കണം, ഞാൻ ജയിക്കണം എന്ന് പറഞ്ഞു. ചേച്ചിനോടൊക്കെ പറഞ്ഞു. എന്ന് സാറ് പാരൻസിനോട് പറഞ്ഞു മിറാക്കിൾ സംഭവിക്കാതെ ഈ കുട്ടി ജയിക്കില്ല എന്ന്. ഒരു അത്ഭുതം നടന്നെങ്കിൽ മാത്രമേ ഇംഗ്ലീഷിൽ പാസ്സാകത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇത് കേട്ട മാത്രയിൽ പാരൻസ് ആകെ നിരാശരായി. തന്നെയല്ല, ഇതറിഞ്ഞ കുട്ടികളെല്ലാം നീതുവിനെ പുറകെ നടന്ന് കളിയാക്കാൻ തുടങ്ങി. ഓ ഗോഡ്. ക്ലാസ്മേറ്റ്സ് ആണ് എല്ലാവരും. ഒറ്റയ്ക്കായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല, എപ്പോഴും സങ്കടം മാത്രമായിരുന്നു. കുട്ടികളെല്ലാം നമ്മുടെ പുറകെ കിടന്ന് കളിയാക്കി. ഒരാളുടെ വീഴ്ച വരുമ്പോൾ സങ്കടത്തിൽ ആശ്വസിപ്പിക്കുന്നതിന് പകരം പരിഹസിക്കുന്നതാണ് ഈ ലോകം. തന്നെയല്ല, അയൽവക്കത്തുള്ളവരെല്ലാവരും വന്ന് എപ്പോഴാണ്, എന്താ കാര്യങ്ങൾ, എങ്ങനെ ഇനി പാസ്സാകുമോ എന്നൊക്കെ അയൽവക്കത്തുള്ളവർ ചോദിക്കാൻ തുടങ്ങി. തന്നെയല്ല, നീതുവിൻ്റെ ഫാദറിന് ഒരു കടയാണ്, ഒരു ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ വരുന്നവരും നീതുവിൻ്റെ ഫാദറിനോട് ചോദിക്കാൻ തുടങ്ങി, എന്താണ് പാസ്സാകുമോ. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു സംസാര വിഷയമായി, വലിയ നാണക്കേടായി ഇവർക്ക്. അങ്ങനെ ഇരുന്നപ്പോൾ നീതുവിൻ്റെ ചേച്ചി നല്ല പിടിക്കുക, എല്ലാത്തിനും A+ വാങ്ങിച്ച ഒരു കുട്ടിയാണ് നീതുവിൻ്റെ ചേച്ചി. ഓക്കെ. താൻ ആന്ധ്രയിലായിരുന്നു താൻ ജീവിച്ചിരുന്നത്. അപ്പം ആ ചേച്ചി പറഞ്ഞു, നീ അങ്ങോട്ട് പോരാ, അവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെയുള്ള പഠിത്തം ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് താൻ ആന്ധ്രയിലേക്ക് പോയി. ഓക്കെ. പക്ഷേ അവിടെ ചെന്നിട്ടും തനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 1 മാസത്തിനുള്ളിൽ താൻ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ കയ്യിൽ ഒരു ആൻറ്റി ഒരു പ്രയർ ഡയറി കൊണ്ടുവന്ന് കൊടുത്തു. അത് കുറേ നാളായി തൻ്റെ കയ്യിൽ കിട്ടിയിട്ട് താൻ അത് വെറുതെ ഇവിടെ വെച്ചാണോ, നാട്ടിൽ വെച്ചാണോ? ഇവിടെ വെച്ച് കോഴിക്കോട് ആന്റിയുടെ വീട്. മോളുടെ ആന്റി. ഓക്കെ. ആ മോൾ ഒരു പ്രയർ ഡയറി കയ്യിൽ തന്നു. ഞാൻ അന്നേരം ഒന്നും എടുത്തോണ്ട് അറിയത്തില്ലായിരുന്നു ഇതിനെ കുറിച്ച്. കിട്ടിയിട്ട് നമ്മളത് കാര്യമാക്കിയില്ല, എടുക്കാറില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ എടുത്ത് ഇതിൽ എഴുതി വെക്കാൻ തുടങ്ങി ഓരോ കാര്യങ്ങള്. ഓക്കെ. എന്നിട്ട് എന്ത് നീ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: എൻ്റെ യേശു 40-ലധികം മാർക്ക് തന്ന് എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞു. 40 ആകാൻ. അതെ, എഴുതി വെച്ചു. അതിലെനിക്ക് ഇതിൽ ഈ പുസ്തകത്തിലാണോ എഴുതിയത്? ഒന്ന് കാണിക്കാമോ? പറഞ്ഞു. അതിന്റെ റിസൾട്ട് വന്ന, പ്രാർത്ഥനയുടെ ഫലം വന്ന സ്ഥലത്താണ് താൻ എഴുതി വെച്ചിരിക്കുന്നത്. റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞാണ് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലാണ്ട് പ്രാർത്ഥനയായിട്ടല്ല എഴുതി വെച്ചത്. വിഷയത്തിന്, പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയ സ്ഥലത്ത് എഴുതി വെച്ചു. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ എഴുതുവാനുള്ള കഴിവ് ലഭിക്കുവാൻ വെറും 4 മാർക്കിന് പകരം ദൈവം എനിക്ക് 40 മാർക്ക് തന്നു. ഇത് എഴുതിയിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടികൾ എന്ന് പറയുന്ന 142-ാമത്തെ പേജിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ. ഇത് പരീക്ഷയ്ക്ക് മുമ്പ് എഴുതിയതാ. മുമ്പ് എക്സാം നടക്കുന്നതിന് മുൻപ് ഒക്ടോബർ മാസത്തിലാണ് താൻ ഇത് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും സാധാരണ പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾ എഴുതുന്ന പേജിൽ എഴുതുന്നത്, അതിന് പകരം മറുപടി കിട്ടുന്ന പേജിൽ കൊണ്ടുപോയി എഴുതി. താൻ എഴുതി വെച്ചു. അത് അങ്ങനെ പറയാൻ തുടങ്ങി. എല്ലാവരും ഒന്ന് പറഞ്ഞു, വിശ്വാസം. ഉറക്കെ. ഇതിന്റെ പേരാ വിശ്വാസം. ഏതാണ്ട് നവംബർ മാസമായപ്പോഴേക്കും താൻ അപ്പോഴേക്കും ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണാൻ തുടങ്ങി. ഇത് പറഞ്ഞത് തൻ്റെ ഫാമിലി മൊത്തം ഈ പ്രോഗ്രാം കണ്ടിട്ടേ അവർ അന്നത്തെ ദിവസത്തിന് മറ്റുള്ള പരിപാടികൾക്ക് പോകത്തുള്ളൂ. ഇവരെ ഒരുമിച്ചിരുന്ന് ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ ഡാമിൻ ഇങ്ങനെ അത് TV-യിലൂടെ പറയുവാണ്, തൻ്റെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ച ഒരു കുട്ടി. മോള് പറഞ്ഞു, വിദ്യാഭ്യാസം പാതി വഴി നിർത്തിവെച്ച ഒരു കുട്ടി ഇന്ന് ഇരുന്ന് കാണുന്നുണ്ട്. ആ കുട്ടിക്ക് ഉന്നത വിജയം യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശു നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡാമിൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നീതു അത് തനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് താൻ ഏറ്റെടുത്തു. അന്ന് മുതൽ അതും പറഞ്ഞുകൊണ്ട് താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സംഭവിച്ച കാര്യം, അപ്പോൾ ഈ ഓപ്പൺ സ്റ്റഡി ആയതുകൊണ്ട് ക്ലാസ്സിൽ തനിക്ക് പോകേണ്ടി വന്നില്ല. താൻ വീട്ടിലിരുന്ന് തന്നെ ഇതിനു വേണ്ടി പഠിക്കാൻ തുടങ്ങി. മാർച്ച് മാസം
എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോടുകൂടെ, ഈ പറഞ്ഞതിന് പ്രകാരം ഏതാണ്ട് 40-ലധികം മാർക്കോടുകൂടെ തന്നെ താൻ ഇംഗ്ലീഷ് എക്സാം പാസ്സായി. എവിടെ ഏതാ? ടോട്ടൽ 61 മാർക്ക്. ടോട്ടൽ 61 മാർക്കോടുകൂടെ മോൾ എക്സാം മോള് പാസ്സായി. ആദ്യത്തെ 4 മാർക്കായിരുന്നു. ആദ്യത്തേതിൻ്റെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 4 മാർക്ക് കിട്ടിയ ഷീറ്റും കയ്യിലിരിപ്പുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമുക്ക് വിഷമിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാരും പ്രതികാരം ചെയ്യണ്ട. മധുര പ്രതികാരം ചെയ്യാൻ യേശു കൂടെ ഉണ്ടായിരിക്കും. നമുക്കെതിരെ സംസാരിക്കുന്ന നമ്മളൊന്നും മറുപടി കൊടുക്കണ്ട. കർത്താവ് പറയുന്ന യുദ്ധം എനിക്കുള്ളത്, ഞാൻ ചെയ്തോളാം. നിനക്കെതിരെ സംസാരിക്കുന്ന നാവിന് ഞാൻ മറുപടി കൊടുത്തോളാം. പ്രോത്സാഹനം ലഭിക്കേണ്ട സ്ഥലത്ത് നിരുത്സാഹം മാത്രം കിട്ടിയ ഒരു അനുഭവത്തിൽ ആ വേദനയിൽ പൊളഞ്ഞൊരു പെങ്കൊച്ച. പക്ഷെ കർത്താവിൽ അമിതമായി വിശ്വസിച്ച് നല്ലൊരു മാർക്ക് വാങ്ങി. ഓക്കെ, ഇനി എന്തെങ്കിലും പറയാനുണ്ട്? രണ്ടാമത് ഒരു അത്ഭുതം തൻ്റെ ജീവിതത്തിൽ ചെയ്തത് ഒരു രോഗസൗഖ്യമാണ്. ഓക്കെ. രണ്ടാമത് ഈ മോൾക്ക് ചെറുപ്രായം മുതൽ ടോൺസിലൈറ്റിസിൻ്റെ അസുഖമുണ്ട് തനിക്ക്. പക്ഷേ അത് വലിയ കാര്യമായിട്ട് ഇവർ എടുത്തിരുന്നില്ല. പക്ഷേ ഏതാണ്ട് 2014 ആയപ്പോഴേക്കും അത് മാറി ഭയങ്കര വേദനയൊക്കെ ആയി തൈറോയിഡായിട്ട് അത് മാറി, തൈറോയിഡിൻ്റെ അസുഖമായിട്ട് മാറി. അപ്പോൾ ഇവർ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തുടർമാനമായി മരുന്നുകൾ കഴിക്കണം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്കൊരു സർജറി നടത്തണം, സർജറിയിലൂടെ മാത്രമേ ഇത് മാറത്തുള്ളൂ, അത് നടത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ തൊണ്ടയിൽ നിന്നും ശബ്ദം വരുന്നത് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സർജറിക്ക് വേണ്ടിയിട്ടും ഇവരാകെ ഭയപ്പെട്ടു പോയി, മോള് ഇത് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് താൻ പ്രാർത്ഥനാ ഡയറി തൻ്റെ കയ്യിലെടുത്തതും TV പ്രോഗ്രാം എല്ലാം കണ്ടുകൊണ്ടിരുന്നതും. അപ്പോൾ സർജറിക്ക് വേണ്ടിയിട്ട് അതിന് ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തണം. മെയ് മാസത്തിലാണ് അതിനുവേണ്ടി ഏതാണ്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നത്. ഓക്കെ. അപ്പോൾ തുടർമാനമായിട്ട് ഇവർ ഈ TV പ്രോഗ്രാം കാണുമ്പോഴൊക്കെ എപ്പോഴും ഡാമിൻ ബ്രദർ ഇങ്ങനെ പറയും, തൈറോയിഡുകൾ സൗഖ്യമാകുന്നു, യേശു തൈറോയിഡുകൾ സൗഖ്യമാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ മോൾ അതിൽ കൈനീട്ടി എന്നെ യേശു സൗഖ്യമാക്കുകയാണെന്നൊക്കെ പറയുമായിരുന്നു. ഓക്കെ. പക്ഷെ താൻ ഒരിക്കലും ചെക്ക് ചെയ്തില്ല, ഇത് മാറിയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും താൻ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ദിവസം ഈ മെയ് മാസത്തിൽ സർജറി ഫിക്സ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ബ്ലഡിൻ്റെ ഒരു ചെക്കപ്പ് നടത്തണമെന്ന് പറഞ്ഞ് ഇവർ ബ്ലഡ് ചെക്കപ്പിന് വേണ്ടി നടത്തി. അതിൻ്റെ റിസൾട്ട് കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് പറയുവാണ്, നിന്റെ ശരീരത്തിൽ ഇപ്പോൾ തൈറോയിഡ് ഇല്ലല്ലോ, തൈറോയിഡ് ഇല്ല, പൂർണ്ണമായിട്ടും മാറി, ഇനി അങ്ങനെ ഒരു സർജറിയുടെ ആവശ്യമില്ല എന്നാണ് പറയണത്. സകലമാന തെളിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ടും കൈ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഈ കുട്ടിക്ക് മനസ്സിലാകുന്നത് എൻ്റെ തൈറോയിഡ് യേശു സൗഖ്യമാക്കി കഴിഞ്ഞു എന്ന്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എല്ലാവരും മണ്ടനെന്നും മണ്ടിയെന്നൊക്കെ വിളിക്കുമ്പോൾ ഇവള് മണ്ടിയല്ല. കാരണം യേശുവിനെ കയറി പിടിക്കുന്നൊരു വ്യക്തി ബുദ്ധിയുള്ള വ്യക്തിയാണ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? മറ്റുള്ളവരുമായി മത്സരിക്കുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ കഴിവ് കുറവാണ് എന്നൊക്കെ തോന്നുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? അങ്ങനെയുള്ളവർ ആകെ ചെയ്യേണ്ടത് യേശുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചാൽ മാത്രം മതി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെങ്ങന്നൂർ സെപ്റ്റംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഗിരിദീപം ഓഡിറ്റോറിയം, MC റോഡ്, ചെങ്ങന്നൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാട്ടാക്കട സെപ്റ്റംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയം, കാട്ടാക്കട. നമുക്ക് ഏവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കൈനീട്ടി ഓരോ രോഗികളെയും സൗഖ്യമാക്കണമേ. മൈഗ്രെയിൻ തലവേദന മൂലം ഭയങ്കരമായ പ്രയാസപ്പെടുന്നു, ഒരു സർജറി വേണം, അതിഭീകരമായ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു, പക്ഷേ വിട്ടുമാറാത്ത മൈഗ്രെയിൻ യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ, നട്ടലിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ, ബാക്ക് പെയിൻ, നടുവേദന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മസിലുകളിലുള്ള വീക്കം യേശുവിൻ്റെ നാമത്തിൽ, ആ മസിലുകൾ വീക്കായി പോകുന്ന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഇൻ ജീസസ് നെയിം.
അതുപോലെ ചില സഹോദരന്മാരിൽ, അല്പം പ്രായമുള്ള സഹോദരന്മാരിൽ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിനുള്ള പ്രയാസങ്ങൾ പൂർണ്ണമായും മാറിപ്പോട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ യൂറിനേറ്റ് ചെയ്യുമ്പോൾ കൺട്രോൾ ഇല്ലാത്ത, യൂറിൻ പോകുന്നത് അറിയാത്തൊരു വ്യക്തി, യേശു കർത്താവിൻ്റെ നാമത്തിൽ അതിനൊരു കൺട്രോൾ ഉണ്ടാകട്ടെ. ആ മസിലുകളുടെ കോർഡിനേഷൻ യേശുവിൻ്റെ നാമത്തിൽ ശരിയാകട്ടെ. കാൽമുട്ടിനകത്തുള്ള സ്വെല്ലിങ്, അതുപോലെ കാർട്ടിലിജിലുള്ള ടയർ, അങ്ങനെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറി നീ റീപ്ലേസ്മെൻറ്റ് കൂടാതെ തന്നെ അത് സൗഖ്യം നടക്കട്ടെ. ടെന്നീസ് എൽബോ എന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മൾട്ടിപ്പിൾ മൈലോമ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. വിവിധ ക്യാൻസറുകൾ മാറട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു, വിടുതൽ കൊടുക്കണമേ. അതുപോലെ മദ്യപാനം, പുകവലി, ലഹരി മരുന്നുകളുടെ ഉപയോഗം, ഇതെല്ലാത്തിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. ഈ സമയത്ത് ഈ TV സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി നിങ്ങളുടെ ആവശ്യങ്ങൾ യേശുവിനോട് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവെ, ഏതാവശ്യമാണോ പ്രാർത്ഥിക്കുന്നത് അതിൽ വിടുതൽ കൊടുക്കണമേ. ജോലിയിൽ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ, വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ, വീട് വയ്ക്കുവാനുള്ള കാര്യങ്ങൾ, ഒരു വാഹനത്തിലുള്ള കാര്യങ്ങൾ, വിവാഹത്തിനുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി. പ്രത്യേകിച്ച് കടബാധ്യതയുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നതിൽ പുറത്തു വരാൻ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി സമർപ്പിക്കുക. ഇനിയുള്ള ജീവിതം യേശുവിന് വേണ്ടി എന്ന് തീരുമാനിക്കുക. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രാർത്ഥനാ ഡയറി, ആശിഷമാരി, വിനേഴ്സ് ഫാക്ടറി തുടങ്ങിയ പുസ്തകങ്ങൾ കൂടാതെ പുതുതായി പ്രസിദ്ധീകരിക്കപ്പെട്ട ദൈവപ്രസാദം എന്ന പുസ്തകമൊക്കെ ആവശ്യമുള്ളവർക്ക് സ്കില്ല് നമ്പറിൽ വിളിക്കാം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.